അതിവേഗം ലക്ഷ്യസ്ഥാനത്തിലെത്തി ഇന്ത്യയുടെ കരുത്തുറ്റ യുദ്ധക്കപ്പലുകൾ INS വിക്രാന്തും INS ഉദയഗിരിയും കൊളംബോയിൽ എത്തിയിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന് തുടക്കമായിരിക്കുകയാണ്. ഡിഡ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വിതച്ച നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ വരവ്. ദിവസങ്ങൾ നീണ്ട പേമാരി രാജ്യമെങ്ങും വെള്ളപ്പൊക്കത്തിനും മാരകമായ മണ്ണിടിച്ചിലിനും കാരണമായി. 3000-ലധികം വീടുകളാണ് പൂർണ്ണമായോ ഭാഗികമായോ തകർന്നത്. ദുരന്തബാധിത മേഖലകളിൽ 10,000-കണക്കിന് ആളുകൾ ഒറ്റപ്പെട്ടു. വൈദ്യുതി ബന്ധം പൂർണ്ണമായി തകരാറിലാകുകയും ആശുപത്രികൾ നിറഞ്ഞു കവിയുകയും ചെയ്തതോടെ 18,000-ലധികം പേരെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ശ്രീലങ്കൻ സർക്കാർ രാജ്യവ്യാപകമായ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതേസമയം ഇതേ ചുഴലിക്കാറ്റ് തമിഴ്നാടിന്റെ തീരത്തേക്ക് നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ തീരദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ കഴുത്തറ്റം മുങ്ങിയ ഈ ദ്വീപ് രാജ്യത്തെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തും മുൻനിര യുദ്ധ കപ്പലായ INS ഉദയഗിരിയും വെള്ളിയാഴ്ച കൊളംബോയിലെത്തി. കപ്പലുകളിൽ അവശ്യ വസ്തുക്കൾ, മരുന്നുകൾ, അടിയന്തര സഹായത്തിനുള്ള ഉപകരണങ്ങൾ എന്നിവയുണ്ട്. പടിഞ്ഞാറൻ പ്രവിശ്യയിലെ കേളനി, അത്തനഗലു നദികൾ അപകടകരമാം വിധം കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് അഭൂതപൂർവമായിട്ടുള്ള ഒരു ദുരന്ത സാഹചര്യം നേരിടുകയാണെന്ന് ശ്രീലങ്കൻ അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നാവികസേനയുടെ അതിവേഗത്തിലുള്ള പ്രതികരണം ശ്രീലങ്കയ്ക്ക് നിർണായകമായും അടിയന്തരവുമായ സഹായമാണ് എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.